കൊച്ചി താലൂക്ക് മഹിളാ ഐക്യവേദിയുടെയും കുമാരി സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഗമവും സംഘടിപ്പിച്ചു. പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ക്ലാസുകൾക്ക് നിരഞ്ജന പ്രവീൺ അധ്യക്ഷത വഹിച്ചു. കൊച്ചി താലൂക്ക് മഹിളാ ഐക്യവേദിയുടെയും കുമാരി സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി സ്കൂൾ ഹാളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഗമവും സംഘടിപ്പിച്ചത്. നിമ്മി നടരാജൻ നയിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ ഉദാഹരണമായി പരാമർശിച്ച സ്വാമി വിവേകാനന്ദന്റെയും തോമസ് ആൽവ എഡിസന്റെയും കഥകൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ പ്രചോദനമേകി. അപ്പോൾ നമ്മളുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിൻ്റെയും വിളക്കാണ്. നമുക്കറിയാം, ഓരോ കുടുംബത്തിനും അച്ഛനും അമ്മയ്ക്കും പ്രാധാന്യം ഉണ്ടെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു വിളക്കെന്ന് പറയുന്നത് നമ്മുടെ ഭാരത സമൂഹത്തിലെ സ്ത്രീ തന്നെയാണ്. അപ്പോൾ സ്ത്രീകളാണ് നമ്മളുടെ കുടുംബത്തിലെ അകറ്റുന്ന വിളക്കായിട്ട് വർദ്ധിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഇരുട്ടാണ് ഈ പറഞ്ഞ ലഹരി. മദ്യമായാലും മയക്കുമരുന്നായാലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വിവിധ തരത്തിലുള്ള കഞ്ചാവ്, അതേപോലെയുള്ള ഏത് തരത്തിലുള്ള ലഹരികളായാലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന ഇരുട്ടാണ്. മഹിളാ ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷ ചന്ദ്രകുമാരി ദീപം തെളിയിച്ച് ആരംഭിച്ച പരിപാടിയിൽ നിരഞ്ജന പ്രവീൺ അധ്യക്ഷത വഹിച്ചു. പ്രാർത്ഥന പ്രവീൺ സ്വാഗതമർപ്പിച്ച ചടങ്ങിൽ മാളവിക സുഭാഷ് നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിനു മുൻവശം നാഷണൽ ഹൈവേയിൽ ലഹരിവിരുദ്ധ സംഗമവും അരങ്ങേറി. പ്ലക്കാർഡും ബാനറും ഉയർത്തി സംഘടിപ്പിച്ച സംഗമത്തിൽ മഹിളാ ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷ ചന്ദ്രകുമാരി ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ എത്രത്തോളം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അതിന്റെ പരിഹാരത്തെ സംബന്ധിച്ചും പ്രതിപാദിച്ചു. അന്യരാജ്യത്തുനിന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വന്ന് കൊച്ചു കേരളത്തിൽ ഉപയോഗിച്ച് നമ്മുടെ കേരളത്തെ ഏത് വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇത് ചിന്തിച്ചിരിക്കുന്നത്. മഹിളാ ഐക്യവേദി ജില്ലാ സമിതി അംഗം രാഗിണി തുളസിദാസ്, കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി ഹേമ സാജൻ, ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി.പി. പത്മനാഭൻ, ജനറൽ സെക്രട്ടറി പി.പി. മനോജ്, ഭഗത് സിംഗ്, ഗോവിന്ദൻ, ഗണേഷ്, ആനന്ദൻ, കൃഷ്ണകുമാർ, സുനിൽ, ശ്രീജിത്ത്, രജീഷ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.